പ്രിയപ്പെട്ട പ്രേക്ഷകർ, രാവിലെ വിഴിഞ്ഞത്ത് തുടങ്ങിയ വാർത്താ മഴ അല്ലെങ്കിൽ വാർത്തകളുടെ വേലിയേറ്റത്തിന്റെ ആ ദിവസം ഉണ്ടായ പ്രധാന തലക്കെട്ടുകൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് തന്നെയാണ്, വിഴിഞ്ഞത്തേക്ക് തന്നെയാണ്. വികസനത്തിരയിൽ വിഴിഞ്ഞം. അപ്പോൾ അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് എടുത്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന വാട്ടർ സല്യൂട്ടോടെയാണ് തുറമുഖത്തേക്ക് ആനയിച്ചത്. ബർത്തിങ് പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. എനിക്ക് പിന്നിൽ കാണുന്ന സാൻ ഫെർണാണ്ടോ രാവിലെ 9:26 വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു സാങ്കേതിക പ്രതിസന്ധിയും നേരിടാതെ പടുകൂറ്റൻ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തെത്താമെന്ന് ഇതോടെ ലോകത്തിന് ബോധ്യപ്പെട്ടു. ഇനിയുള്ളത് ട്രയൽ റണ്ണിന്റെ മണിക്കൂറുകൾ. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ സമുദ്രാതിർത്തി പിന്നിട്ടത് ഇന്നലെ അർദ്ധരാത്രി. രാവിലെ 7 മണിയോടെ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. പിന്നീട് തിരമാലകൾക്ക് മുകളിൽ കൂറ്റൻ മദർഷിപ്പ് കൂടുതൽ തെളിഞ്ഞു വന്നു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ആനയിക്കാൻ ടഗ് ഷിപ്പുകൾ യാത്ര തിരിച്ചു. എന്റെ കൈയകലത്തിൽ ഒരൊറ്റ എന്റെ കൺകാഴ്ചയ്ക്ക് മുൻപിൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ ടഗ് ബോട്ടുകൾ, അത് ഒരു വലിയ കാഴ്ചയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പതുക്കെ തിരമാലകളെ കീറിമുറിച്ച് സാക്ഷാൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു. തൊട്ടടുത്ത നിമിഷം വാട്ടർ സല്യൂട്ടോടെ കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആനയിച്ചു. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിങ് യാഥാർത്ഥ്യമാക്കി. പന്ത്രണ്ട് മണിയോടെ കൂറ്റൻ ക്രെയിനുകൾ കപ്പലിൽ നിന്ന് ചരക്കിറക്കി തുടങ്ങി. കഴിഞ്ഞ 22-ന് യാത്ര തിരിച്ച സാൻ ഫെർണാണ്ടോ എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ സ്വപ്നങ്ങളിലാണ്. ലോകം വിഴിഞ്ഞത്തേക്ക് ഉറ്റുനോക്കുന്നു. കേരളത്തിനി വികസന നാളുകൾ. എസ് വിജയകുമാറിനും ഷഫീദ് റാവുത്തറിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. ട്രയൽ റണ്ണും മദർഷിപ്പിനുള്ള ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. നാളത്തെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് ലത്തീൻ സഭ പറയുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് വിജയകുമാർ ചേർന്നു. വിജയകുമാർ, ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് പ്രതിപക്ഷ നേതാവും കെ സുധാകരനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലത്തീൻ സഭയുടെ നാളത്തെ ബഹിഷ്കരണം, അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇന്ന് കേരളം കണ്ടത് 100% പക്ക ആയിട്ടൊരു മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നതാണ്. വിഴിഞ്ഞം ലോകത്തിൻ്റെ കവാടമായെന്ന് 100% സ്ഥിരീകരിക്കാവുന്ന കാഴ്ചകളായിരുന്നു അവ. വിജയകുമാർ. ഹാഷ്മി, തീർച്ചയായും. അതായത് എന്താണോ വിഴിഞ്ഞത്തെ പറ്റി നമ്മൾ പറഞ്ഞത്, കേരളവും ഇന്ത്യയും ഒക്കെ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വലിയ പടുകൂറ്റൻ മദർഷിപ്പിന് യാതൊരു സാങ്കേതികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അതിന് ബർത്ത് ചെയ്യാവുന്ന ബർത്തിങ് പോയിന്റിലേക്ക് വളരെ സുഗമമായി കടന്നു വരാൻ കഴിയുമെന്ന് നമ്മളത് 9 മണിക്ക് ഇന്ന് കാണിച്ചു കൊടുത്തു. ലോകം അത് കാണുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രകൃതിയായുള്ള ഗുണം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും കപ്പൽ ചാലുമായുള്ള, രാജ്യാന്തര കപ്പൽ ചാലുമായുള്ള അടുപ്പം, ആ തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം, അതിൻ്റെ താഴെത്തട്ടിലുള്ള ഉറച്ച ബലമുള്ള കല്ലിൻ്റെ പിന്തുണ, ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നത് ഏതു വലിയ പടുകൂറ്റൻ മദർഷിപ്പുകൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ടഗ്ഗുകളുടെ സഹായത്തോടെ ബർത്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഇന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിഴിഞ്ഞത്തെ പറ്റി ഇതുവരെ പറഞ്ഞത് കേവലം അവകാശവാദങ്ങളല്ല, അത് വസ്തുതയാണ്, അതാണ് ഫാക്ട് എന്ന് ലോകത്തിന് ഇന്ന് രാവിലത്തെ ആ കാഴ്ചകളിലൂടെ മനസ്സിലാവുകയും ചെയ്തു. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പടുകൂറ്റൻ മദർഷിപ്പ്. അതിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. പക്ഷേ പൂർണ്ണതോതിലെ കണ്ടെയ്നറുകൾ ഇറക്കിയിട്ടില്ല.
ഈ ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അടുത്ത ഘട്ട ജോലികളിലേക്ക് അല്പസമയത്തിനകം കടക്കും. ആ കണ്ടെയ്നറുകളിൽ ഇവിടെ ഇറക്കും. ഇന്നും നാളെയുമായി ആ ജോലികൾ തീർക്കും. നാളെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഈ ഫീഡർ വെസലുകൾ വന്ന് ഈ കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുശേഷം ഈ മദർഷിപ്പ് ഇവിടെ നിന്ന് യൂറോപ്പിലേക്കുള്ള അതിൻ്റെ പ്രയാണം തുടരും. അതിൽ ഒരു മലയാളി ഉൾപ്പെടെ നാവികരുണ്ട്. അവരെ നാളെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട് ഔദ്യോഗികമായി. ഇന്ന് തുറമുഖ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ കപ്പലിന് സ്വാഗതം ഉണ്ടായിരുന്നു. അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെയാണ് ഔദ്യോഗികമായ ചടങ്ങുകൾ. ഫലകം അനാച്ഛാദനം ചെയ്യുക. മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്രമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ഈ തുറമുഖ നഗരത്തിലുണ്ട്. അതിനുശേഷം ഈ കപ്പൽ മടങ്ങും. പിന്നീട് ട്രയൽ റണ്ണിൻ്റെ ദിവസങ്ങളാണുള്ളത്. 2-2.5 മാസത്തോളം തുടർച്ചയായി ഇതിൻ്റെ ഈ ഓട്ടോമേറ്റഡ് ട്രെയിനുകളുടെ പ്രവർത്തനം മദ്രാസ് IIT രൂപകൽപ്പന ചെയ്ത ഇവിടുത്തെ ഈ നാവിഗേഷൻ സിസ്റ്റം, നമ്മൾ എയർ ട്രാഫിക് കൺട്രോൾ ATC എങ്ങനെയാണ് വിമാനത്താവളത്തിൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെയാണ് ഈ നാവിഗേഷൻ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം സുഗമമാണ് എന്നതൊക്കെ പരീക്ഷിച്ച് പരിശോധിച്ച് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തയ്യാറെടുപ്പിൻ്റെ ആദ്യ ചുവട് വളരെ വിജയകരമായി വിഴിഞ്ഞം ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളത്തെ കേവലം സാങ്കേതികമായ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മാത്രം. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം ഇന്ന് തന്നെയായിരുന്നു. കാരണം ഈ പടുകൂറ്റൻ മദർഷിപ്പിന് തുറമുഖത്തേക്ക് വരാൻ എങ്ങനെ കഴിയും എന്നത് അത് സുഗമമായ സഞ്ചാരപാതയാണ് എന്ന് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല. അത് വെറും കേവലം അത് അവകാശവാദമല്ല, അത് തന്നെയാണ് വസ്തുത. നമ്മൾ പറഞ്ഞതുപോലെ 20-22 മീറ്റർ ആഴമുള്ള ഇതിൻ്റെ ബർത്തിങ് പോയിന്റ് അത് ലോകത്ത് തന്നെ സ്വാഭാവിക പ്രകൃതി നൽകിയ അപൂർവം തുറമുഖങ്ങളിൽ ഒന്നാണ് എന്നതടക്കം അത് ലോകത്തിന് ഇന്നത്തെ ആ കാഴ്ചകളിലൂടെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി കേരളത്തെ സംബന്ധിച്ച് വലിയ വികസന ചർച്ചകൾ നടക്കുന്ന വലിയ പദ്ധതികളെ പറ്റി ആലോചിക്കാവുന്ന സമയമാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിഴിഞ്ഞം എക്കാലവും രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആരാണ് ഈ പദ്ധതിയുടെ പിതാവ്, ആരുടെ കാലത്താണ് ഇത് മുന്നോട്ട് വന്നത് എന്നത് UDF-ന്റെയും LDF-ന്റെയും ഒക്കെ തർക്ക വിഷയമാണ് കാലങ്ങളായി. ഇപ്പോഴിത് ഉമ്മൻചാണ്ടിയുടെ പേര് ആ പദ്ധതിക്ക് നൽകണമെന്ന് പ്രതിപക്ഷ നേതാക്കളൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്നു നമ്മൾ കേട്ടു. സർക്കാരിനെ ഈ പദ്ധതിയുടെ പേരിൽ പ്രകീർത്തിക്കുന്ന വലിയ ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ വരുന്ന വഴി വിഴിഞ്ഞം, കോവളം ഈ ജംഗ്ഷനിലൊക്കെ നമ്മൾ ധാരാളം കണ്ടു. സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ ഇത്തരം വലിയ പദ്ധതികളിന്മേലുണ്ടാകും. അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. പക്ഷേ എല്ലാവർക്കും, അതായത് കേരളത്തിൽ കഴിഞ്ഞ 2-3 ടേമുകളിൽ ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജനപ്രതിനിധികളും ഒക്കെ പല തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഈ പദ്ധതിക്ക് വേണ്ടി ഡൽഹിയിലും കേരളത്തിലും ഒക്കെ നിരവധി തോതിൽ വാദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി നിയമ ഇടപെടലുകളൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു പദ്ധതി, കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തിനനുസരിച്ച് ഒരു വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. സാധാരണ വലിയ വൻകിട പദ്ധതികളൊക്കെ നടക്കുമ്പോൾ അത് നാട്ടുകാർക്ക് എന്ത് ഗുണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അത്തരം ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ജനങ്ങളെ അവിടുന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്തപ്പോൾ നമ്മുടെ ക്ലെയിം, അപ്പോൾ അത് പക്ക കപ്പൽ ഒരു തുറമുഖമാണ്, നമുക്ക് അഭിമാനിക്കാം എന്ന് പറയുന്ന ക്ലെയിം നമ്മൾ യാഥാർത്ഥ്യമാക്കിയ ദിവസം കൂടി. എന്തായാലും കേരളമാണ്, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ലല്ലോ. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. UDF-ന് കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ട്രയൽ റൺ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ രമേശ് ചെന്നിത്തലയും വിമർശിക്കുകയാണ്. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈ സന്തോഷത്തിൻ്റെ വേളയിലും സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഗവൺമെൻറ് ഇന്ന് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയം CPM ഈ കാര്യത്തിൽ ഉപേക്ഷിക്കണം. ഞങ്ങളേതായാലും പരിപാടി ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. നമ്മുടെ MLA-യും MP-യും ഒക്കെ പങ്കെടുക്കും. അല്ല, ജനങ്ങൾക്കതൊക്കെ അറിയാമല്ലോ ആരാണ് ഇതിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും. സലീം മാലിക് ചേരുന്നു. സലീം, അതാരുടെ കുഞ്ഞാണ് എന്നത് കാലാകാലങ്ങളായുള്ള വിവാദ വിഷയം ചർച്ചയുമൊക്കെയാണ്. ആ ചർച്ചയ്ക്ക് ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചരിത്രപരമായ ദിവസം ആ ചർച്ച വീണ്ടും ആവർത്തിക്കാതിരിക്കില്ല. കാരണം ഇത് കേരളമാണ്. സലീം. ഉറപ്പായും ഹാഷ്മി, അത് ഈ വിഴിഞ്ഞം പദ്ധതി അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പല കാലങ്ങളിൽ പല സർക്കാരുകളുടെ ഭാഗമായി നിന്ന ഇടപെടലുകൾക്കൊക്കെ ഒടുവിലാണ്
വിഴിഞ്ഞം ഇന്ന് അവിടേക്ക് ഒരു ചരക്ക് കപ്പൽ ആദ്യമായി എത്തുന്നത്. അത് സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ അഭിമാനിക്കാവുന്ന ആ ദിവസം സ്വാഭാവികമായും ഉയരുന്നതാണ് അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം. അത് മുറ പോലെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞത്തിന്റെ പിതാവ് എന്ന നിലയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് മുഖമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം അത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ ഒന്നാണ് എന്നുള്ളതാണ് K സുധാകരൻ പറയുന്നത്. ആ നേട്ടങ്ങളെയും ആ ഇടപെടലുകളെയും പിണറായി സർക്കാർ മനഃപൂർവ്വം സംസ്കരിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച UDF നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നും പിണറായി സർക്കാർ ഒഴിവാക്കിയത് അസഹിഷ്ണുത പ്രകടിപ്പിക്കലാണ്. മാത്രമല്ല അതിന് ചരക്ക് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മാന്യതയില്ലാത്ത നടപടിയാണ് എന്നും സുധാകരൻ പറയുന്നുണ്ട്. മാത്രമല്ല അല്പസമയം മുൻപ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ സ്വപ്ന പദ്ധതിയുടെ നായകൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. മാത്രമല്ല അതിൽ അദ്ദേഹം പറയുന്നത് പുതുചരിത്രമാണ് വിഴിഞ്ഞത്ത് പിറന്നിരിക്കുന്നത്. ചരക്ക് കപ്പൽ എത്തിയതോടുകൂടി 2015 ഡിസംബർ 5-ന് തറക്കല്ലിട്ട പദ്ധതി പൂർണ്ണ തോതിലുള്ള ചരക്കു നീക്കം ഉൾപ്പെടെ അതിന്റെ എല്ലാം UDF സർക്കാരിന്റെ നേട്ടമാണ് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവും ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സലീം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് രാഷ്ട്രീയ ചർച്ചയെ കുറച്ച് ദിവസങ്ങൾ നിൽക്കും എന്നതിൽ തർക്കമില്ല. ആ രാഷ്ട്രീയ ചർച്ച ഇക്കാലം അത്രയും നിന്ന ഒരു വിഷയം കൂടിയാണ് കേട്ടോ അത്. എന്തായാലും പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പ് എത്തിയത് ആഘോഷമാക്കുകയാണ് നാട്ടുകാർ. കപ്പൽ തീരം തൊടുന്നത് കാണാൻ വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലും പ്രദേശവാസികളുടെ വലിയ തിരക്കായിരുന്നു. സ്വപ്നം തീരമണഞ്ഞു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അന്താരാഷ്ട്ര തുറമുഖമെന്ന വർഷങ്ങൾ നീണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ വിഴിഞ്ഞ നിവാസികൾ സന്തോഷത്തിലാണ്. നാട് വളരുമ്പോൾ നാട്ടുകാർക്കും ഗുണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പടുകൂറ്റൻ കപ്പൽ കണ്ട കൗതുകം ഓരോരുത്തരിലും കാണാം. വളരെയധികം പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം വലിയ ഈ ഒരു ചരിത്രത്തിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര ഒരു സന്തോഷം. ഈ പ്രദേശവാസിയാണല്ലോ, അപ്പോൾ ഇവിടെ വലിയ വികസനമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് തുടങ്ങിയിട്ടുണ്ടോ? അതിന്റെ ചെറിയ ചെറിയ സൂചനകളൊക്കെ? ഇവിടെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുമ്പത്തേക്കാളും നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ? എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ച? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമുക്കൊരു നല്ലൊരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. നാട് മാറും എന്നുറപ്പാണ്. നാട് മാറും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ട്രയൽ തുടങ്ങുമ്പോൾ തന്നെ വലിയ മാറ്റം വിഴിഞ്ഞത്തിനുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു. തങ്ങൾക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും ഒപ്പമുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന ഔട്ടർ റിംഗ് റോഡ്, റെയിൽവേ പാത തുടങ്ങിയ പദ്ധതികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മദർഷിപ്പ് തീരമണഞ്ഞത് കേരളത്തിന് അഭിമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും വലിയ ആത്മവിശ്വാസമാണ്. തൊഴിൽ സാധ്യതകളും കച്ചവട സാധ്യതകളും വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. ഇവിടെ രാജു പി ഐസക് പറയുന്നു, ആരും അഭിപ്രായമൊന്നും പറയാൻ നിൽക്കേണ്ട, ഇത് സഖാവ് പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിന് നേട്ടമാണെന്ന് പറയുന്നു. MM അബ്ദുൽ ഖാദർ പറയുന്നു, വിഴിഞ്ഞം എന്നാൽ ഉമ്മൻചാണ്ടി വികസനം തന്നെയാണ്, ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണം എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ശശിധരൻ നായർ പറയുന്നു, ഇതിന്റെ ക്രെഡിറ്റ് മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയ പരശുരാൻ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആർക്കാണ് വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ തുടരട്ടെ, അത് ആരോഗ്യകരമായ സംവാദമായി പരിണമിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കില്ല. ഹർജികൾ ഈ മാസം 18 മാറ്റി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ആ നീറ്റിൽ പുനഃപരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് രാജ്യത്തിന്റെ മൊത്തം ആകാംക്ഷയാണ്. എന്തുകൊണ്ടാണ് ഹർജികൾ 18 തീയതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനം? ഹാഷ്മി, ഇന്ന് 43ാമത് ഹർജിയായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികൾ അത് ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചത് ഈ ഹർജി നാളെ രാവിലെ ആദ്യ കേസായി തന്നെ പരിഗണിക്കാമെന്നായിരുന്നു. പക്ഷേ ഇതിൽ ചിലർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ്, പ്രത്യേകിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത വ്യാഴാഴ്ച ജൂലൈ 18 ഈ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. കാരണം നിലവിൽ 3 പേർ, കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ CBIയും ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇതിലുണ്ടാവുക. കാരണം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ്. കാരണം ഗോദ്രയിലും പാട്നയിലും മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മറ്റിടങ്ങളിൽ രാജ്യവ്യാപകമായി ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത്
കേന്ദ്ര സർക്കാർ അറിയിക്കുകയും കൗൺസിൽ നടപടികൾ ജൂലൈ 3-ാം വാരം ആരംഭിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് സത്യവാങ്മൂലത്തിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആകട്ടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായാണ് അവരും വിലയിരുത്തിയിരിക്കുന്നത്. മറിച്ച് ടെലഗ്രാമിൽ ഈ ചോദ്യ പേപ്പറിന്റെ ദൃശ്യങ്ങൾ പകർന്നത് ആ ദൃശ്യങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചതെന്നായിരുന്നു NTA അറിയിച്ചിരിക്കുന്നത്. അതായത് ജൂലൈ 5-ന് മെയ് 5-ന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എടുത്ത ദൃശ്യങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തി കൃത്രിമം സൃഷ്ടിച്ചുകൊണ്ട് അത് മെയ് 4-ലേക്ക് മാറ്റി പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ചില ടെലഗ്രാമുകൾ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മറുപടിയിൽ നൽകിയിരിക്കുന്നത്. CBI പറഞ്ഞിരിക്കുന്നതും വ്യാപകമായിട്ടുള്ള ഒരു ക്രമക്കേട് അത് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പുനഃപരീക്ഷ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്രവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഉറച്ചു നിൽക്കുന്നത്. സുപ്രീം കോടതിയും ആ ആശങ്ക നേരത്തെ പറഞ്ഞതാണ്. കാര്യം ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് 23 വിദ്യാർത്ഥികളുടെയും ആശങ്ക അത് കണക്കിലെടുക്കാതെ ഒരു പുനഃപരീക്ഷയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നതാണ്. എന്തായാലും നിലവിലെ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാവുക. അടുത്ത വ്യാഴാഴ്ച അത് കേന്ദ്രത്തെ സംബന്ധിച്ചും ഹർജിക്കാരെ സംബന്ധിച്ചും അതൊരു നിർണായക ദിവസമായി തന്നെ മാറും. എന്തായാലും ഒരു പുനഃപരീക്ഷ ഉണ്ടാകുമോ നീറ്റിൽ എന്നുള്ളതാണ് ആകാംക്ഷപൂർവ്വം രാജ്യം. വിദ്യാർത്ഥികൾ മാത്രമല്ല, നീറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ക്രെഡിബിലിറ്റി തകർച്ചയൊക്കെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നവർ സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ വിധിക്ക് കാത്തിരിക്കുകയാണ്. ഇന്നുണ്ടാകുമെന്നാണ് കരുതിയത്, പക്ഷേ ഇന്നുണ്ടാവില്ല. 18-ാം തീയതിയിലേക്ക് ഹർജി മാറ്റുകയാണ്. ഇവിടെ അബൂബക്കർ ഇബ്രാഹിം പറയുന്നു, വിഴിഞ്ഞത്തിൻ്റെ വാപ്പ ആരെന്നതല്ല പ്രശ്നം, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ ശമ്പളം കൊടുത്ത് രാജ്യവും സംസ്ഥാനവും ഭരിക്കാൻ ഏൽപ്പിച്ചവർ ബ്രാക്കറ്റ് അതാത് കാലഘട്ടത്തിൽ മാറി മാറി സർക്കാരുകൾ അത്ര മതി എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ അതേ ഉള്ളൂന്നേ. ഇപ്പം ഈ വികസനം എന്നൊക്കെ പറയുന്ന ഒരു തുടർച്ചയാണ്. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങുകയും അത് അവിടെ അവസാനിക്കുന്ന ഒന്നല്ല. വികസനം തുടർച്ചയാണെന്ന് ഈ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ അറിയാം. പിന്നെ അവകാശവാദം ഉന്നയിക്കും, അത് അവരുടെ ജോലിയല്ലേ. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പെരുമാറ്റത്തെ ചൊല്ലി മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വാക്പോര്. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് മന്ത്രി MB രാജേഷ് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റേതെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചെയറിന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ? ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. എന്നാൽ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം തുടങ്ങിയവയുടെ ചാപ്പ തന്റെ മേൽ കുത്തേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. താനൊരു മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതിനുശേഷം പാർലമെന്ററി മിനിസ്റ്റർ സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അവരെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ, സ്പീക്കർ എന്ന നിലയിൽ പറഞ്ഞാൽ ഞാനത് മാറ്റാം. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല. അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട. ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചു എന്നായിരുന്നു മന്ത്രി R ബിന്ദുവിന്റെ ആരോപണം. അപ്പോൾ എന്തായാലും സഭയിൽ ഉണ്ടായ വാക്പോരിന്റെ നക്ഷൽ അതായിരുന്നു, അതിൻ്റെ ബൈറ്റുകൾ അതായിരുന്നു. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നത് നിയമസഭയിൽ ഉന്നയിക്കുന്ന പ്രതിപക്ഷം. വിദേശ പഠനം നടത്തുന്നത് തടയാൻ സർക്കാരിന് കഴിയില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്ത അവസ്ഥയാണെന്നും കുടിയേറ്റ വിഷയത്തിൽ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ 4% മാത്രമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു.
വലിയൊരു വിഭാഗം ഏജൻസികളും വിദേശ കുടിയേറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നു. വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവരെ സഹായിക്കുന്നത്. മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നമാണിതെന്നും സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സർ, ഈ മൈഗ്രേഷൻ, ഈ ഒരു നിയന്ത്രണവുമില്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ ക്രീമായിട്ട് കുട്ടികളെ നമുക്ക് വല്ലാതെ നഷ്ടപ്പെടുകയും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. അപ്പോൾ കുട്ടികളുടെ മൈഗ്രേഷൻ അത് ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും അത് പരിശോധിക്കട്ടെ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ അധിക ബാച്ചുകൾ അനുവദിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ. മലപ്പുറത്ത് 120 താൽക്കാലിക ബാച്ചും കാസർഗോഡ് 18 താൽക്കാലിക ബാച്ചും അനുവദിച്ചു. ചട്ടം 300 അനുസരിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും, എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും, ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ താൽക്കാലിക ബാച്ച് അനുവദിച്ചു. എന്നാൽ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറയുകയാണ്. പത്തനംതിട്ടയിൽ BJP വിട്ട് CPIMൽ ചേർന്ന യുവാവിനെ കഞ്ചാവ് കേസിൽ പിടികൂടിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ്. മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണന്റെ പക്കൽ നിന്ന് കഞ്ചാവും അത് വലിക്കാനുള്ള ഉപകരണവും പിടികൂടി എന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി. കള്ളക്കേസിൽ കുടിക്കുന്ന ആരോപണവുമായി പത്തനംതിട്ട പോലീസ് മേധാവിക്ക് യദുകൃഷ്ണൻ പരാതിയും നൽകി. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം CPIMലെത്തിയ പത്തനംതിട്ട മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനെ കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ കള്ളക്കേസാണെന്ന ആരോപണവുമായി CPIM നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എക്സൈസ് വിഭാഗം വിശദമായ റിപ്പോർട്ട് നൽകിയത്. യദുകൃഷ്ണനിൽ നിന്നും കഞ്ചാവും അത് വലിക്കാനുപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുമ്പഴയിൽ പരിശോധന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശം. യദുകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കാൻ താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ M. അസീസ്. നമുക്കൊരു പരിചയമില്ല, നമ്മൾ അവിടെ പോയി കാണുന്ന സാറ് കൂടെ പോയി കണ്ടു, അങ്ങനെ എടുത്താണ് കേസുകൾ. നമുക്ക് ആരോടും ഒരടുപ്പവുമില്ല, പരിചയവുമില്ല, അറിയത്തുമില്ല. കണ്ട കാര്യം കണ്ട പോലെ മാസ്റ്ററിലുണ്ടത്. അതേസമയം തനിക്കെതിരെ ഒരു തെളിവും എക്സൈസിന്റെ പക്കലില്ലെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കാണിച്ച് യദുകൃഷ്ണൻ പത്തനംതിട്ട SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 പത്തനംതിട്ട. പ്രേക്ഷകരെ കുറേയധികം പ്രേക്ഷകർ എവിടെയായിരുന്നു 2 ദിവസം ചോദിക്കുന്നുണ്ട്. പനി കുറഞ്ഞു, നല്ല കട്ടപ്പനിയായിരുന്നു, പനി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറഞ്ഞു, അതുകൊണ്ട് എഴുന്നേറ്റ് വന്ന. PSC നിയമനക്കോഴ ആരോപണത്തിൽ നേതൃത്വത്തിന് വിശദീകരണം നൽകി CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നടപടി ഭയക്കുന്നില്ലെന്നും പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു. ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ലെന്നും പാർട്ടി നേതൃത്വത്തിന് പ്രമോദിന്റെ കുറ്റപ്പെടുത്തലുണ്ട്. PSC അംഗ നിയമനത്തിന് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ചൊവ്വാഴ്ചയാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടിയത്. PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയതെങ്കിലും നോട്ടീസിൽ പരാമർശിക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചാണ്. 2 ദിവസത്തിനു ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് മറുപടി നൽകി. ആരോപണങ്ങൾ തള്ളിയ പ്രമോദ് വസ്തുത പുറത്തുവരണമെന്ന് ആവശ്യപ്പെട്ടു. വീട് ജപ്തി ഭീഷണിയിലാണെന്നും പ്രമോദ്. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം, അല്ലേ? ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ? ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. ആരോപണം മാധ്യമ സൃഷ്ടി മാത്രം എന്നായിരുന്നു CPIM നേതാക്കളുടെ പ്രതികരണം.
എന്നാൽ മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ പ്രമോദിനെതിരെ ഒരു വിഭാഗം അന്വേഷണം ആവശ്യപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത്. വിശദീകരണക്കുറിപ്പ് പരിശോധിച്ച ശേഷം ശനിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി സ്വീകരിക്കും. 24 കോഴിക്കോട്. CPM-ന് പിന്നാലെ CPI-യിലും കോഴ വിവാദം. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിനായി പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ചില മണ്ഡലം സെക്രട്ടറിമാർ പണം വാങ്ങിയെന്നാണ് പരാതി. പണം നൽകാൻ തയ്യാറാകാതിരുന്ന CPI സർവീസ് സംഘടനാ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റിയതായും പരാതി ഉയർന്നു. കോഴ ആരോപണം അന്വേഷിക്കണമെന്ന് കാട്ടി കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 24-ന് കിട്ടി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം നൽകാമെന്ന് പറഞ്ഞാണ് CPI നേതാക്കൾ പണം വാങ്ങിയതായി പരാതി ഉയർന്നത്. കോന്നി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ സ്ഥലമാറ്റത്തിന് വാങ്ങിയതായും CPI കോന്നി ലോക്കൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. സ്ഥലമാറ്റത്തിന് പണം നൽകാതിരുന്ന CPI ജോയിന്റ് കൗൺസിൽ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് ഇതേ ഉദ്യോഗസ്ഥനെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലേക്ക് സ്ഥലം മാറ്റിയതായും കത്തിൽ പറയുന്നു. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാരാണ് മന്ത്രിമാർക്കുൾപ്പെടെ നൽകാനെന്ന പേരിൽ പണം വാങ്ങുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കത്ത് നൽകിയത്. എറണാകുളത്തു നിന്നും സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അഴിമതി ആരോപണത്തിന്റെ തെളിവുകൾ കൈവശമുണ്ടോ എന്നും ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്നതാണ് പുതിയ പരാതി. വിഷയത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണ വിധേയനായ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ പണം വാങ്ങിയെന്ന പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതി ആരോപണത്തിന്റെ നിഴലിലാക്കിയ സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. സമൂഹമാധ്യമത്തിൽ CPM-നെ വിമർശിച്ചതിന് പാർട്ടി അനുഭാവികൾക്ക് ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. കോഴിക്കോട് കുന്നമംഗലം ഏരിയ സെക്രട്ടറിയെ P. ഷൈപ്പു അസഭ്യം പറയുന്ന ഓഡിയോയും വീഡിയോയുമാണ് പുറത്തു വന്നത്. 3 ആഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓഡിയോയും വീഡിയോയുമാണ് പുറത്തു വന്നത്. പാർട്ടിയെ വിമർശിച്ച് അനുഭാവിയായ മോഹനൻ വാട്സപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്തു. ഇതാണ് ഏരിയ സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചത്. ആദ്യം ഫോണിലൂടെയായിരുന്നു അസഭ്യവർഷം. മര്യാദ സോനിയാസം എഴുതിച്ചെന്ന് നിർത്തിയില്ലല്ലോ, കണ്ണ അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ. ഏത് പാർട്ടി ഓഫീസിൽ നാളെ പൈസ ഉണ്ടായത്? മര്യാദ പോസ്റ്റ് വിളിച്ചാൽ സ്റ്റേഷനിൽ ഈ സമാധാനം പറയേണ്ടി വരും. പേപ്പറിൽ വന്നോക്കെ ശരിയാവണോ? പേപ്പറിൽ വന്നോക്കെ ശരിയാവില്ല. സ്ഥിരം ഉണ്ടാവുന്ന പണിയെടുക്കരുത്. പൊതുമധ്യത്തിൽ ഏരിയ സെക്രട്ടറിയായ ഷൈബു മോഹനെ വീണ്ടും അസഭ്യം പറഞ്ഞു. ഇതിൽ ഇടപെട്ടതോടെയാണ് മറ്റൊരു പാർട്ടി അനുഭാവിയായ ബാലകൃഷ്ണനുമായി വാക്കേറ്റവും തെറിവിളിയും ഉണ്ടായത്. ഓഡിയോയെക്കുറിച്ച് അറിയില്ലെന്നും വീഡിയോയിൽ തന്നെയാണ് അസഭ്യം പറഞ്ഞതെന്നും ഷൈബു പ്രതികരിച്ചു. PSC കോഴ ആരോപണത്തോടെ വിവാദത്തിലായ കോഴിക്കോട് CPI-ന് പുതിയ തലവേദനയാവുകയാണ് ഏരിയ സെക്രട്ടറിയുടെ തെറിവിളി. 24 കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ ഉണ്ടായ കോളറ വ്യാപനത്തിന് ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരാനുണ്ട്. സംസ്ഥാനത്ത് പ്രതിദിന പനിബാധിതർ 13,000-ന് മുകളിലാണ്. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷം. ഇന്നലെ മാത്രം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,600 പേർ. H1N1, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത കേസുകളും വർദ്ധിക്കുന്നു. 164 പേർക്ക് ഡെങ്കിപ്പനിയും 45 പേർക്ക് H1N1-ഉം 24 പേർക്ക് മഞ്ഞപ്പിത്തവും ഇന്നലെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 8 പനിമരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് കോളറ ബാധിച്ചവരുടെ എണ്ണം 2ആയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 25-കാരനാണ് ഇന്നലെ കോളറ സ്ഥിരീകരിച്ചത്. ആകെ 21 പേരാണ് രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിൽ 12 പേരും SAT ആശുപത്രിയിൽ 2ഉം ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ 7 പേരും ചികിത്സയിലുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ഭിന്നശേഷി കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇന്നും നാളെയുമായി കൂടുതൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്കു ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എന്തായാലും ആ മരുന്ന് ഫലം കാണുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. അത് എന്തായാലും ശുഭവാർത്തയാണ്. കാര്യം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച പല മരണങ്ങൾ നമ്മൾ കണ്ടു. അതിനിടയിൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്ന വാർത്ത നൽകുന്ന സന്തോഷം ചെറുതല്ല. ശ്രീരാജ കാലിക്കട്ട് പറയുന്നു, എല്ലാവർക്കും പലതരം പനിയാണ്, സൂക്ഷിക്കണം. രഘുനന്ദനം പറയുന്നു, കോളറ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഹോട്ടലുകളിൽ കുടിക്കാൻ കൊടുക്കുന്ന ചൂടുവെള്ളം
തണുത്ത വെള്ളം കലർത്തിയതാണോ എന്ന് ആരോഗ്യ പ്രവർത്തകർ പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. ശരിയായ ഒരു നിരീക്ഷണമാണ് കേട്ടോ അത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് നിയമ നടപടി നേരിടുന്ന വ്ളോഗർ TS സജു മുഖ്യാതിഥിയാക്കി പഞ്ചായത്തിൻ്റെ പൊതുപരിപാടി സർക്കാർ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷന്റെ സ്റ്റുഡൻസ് മാഗസിൻ പ്രകാശനത്തിനാണ് സഞ്ജുവിനെ മുഖ്യാതിഥിയാക്കിയിരിക്കുന്നത്. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചതടക്കം ഗതാഗത നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷ അനുഭവിച്ച ആളാണ് ആലപ്പുഴ കലവൂർ സ്വദേശിയായ TS സഞ്ജു എന്ന സഞ്ജു ടെക്കി. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ വിചാരണ നടപടികൾ കീഴ്ക്കോടതിയിൽ തുടരുകയാണ്. ആ ആളെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ മാഗസിൻ പ്രകാശന ചടങ്ങിൽ മുഖ്യ അതിഥിയാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM നേതാവുമായ R റിയാസ് ആണ് പരിപാടിയുടെ സംഘാടകൻ. അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ഉച്ചയ്ക്ക് 2 മണിക്ക് മണ്ണഞ്ചേരി സർക്കാർ ഹൈസ്കൂളിലാണ് പരിപാടി. നാട്ടുകാരൻ എന്ന നിലയിലാണ് സഞ്ജു ടെക്കിയെ മാഗസിൻ പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് R റിയാസിന്റെ വിശദീകരണം. മോട്ടോർ വാഹന നിയമലംഘനത്തിന് കേസുണ്ടെങ്കിലും യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ന്യായീകരിക്കുന്നു. 24 ആലപ്പുഴ. അതേസമയം സ്കൂൾ സമയത്ത് വിദ്യാർത്ഥികളെ UDF പരിപാടിയിൽ പങ്കെടുപ്പിച്ചെന്ന് പരാതി. കോഴിക്കോട് ചീക്കോന്ന് ഈസ്റ്റ് MLP സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് ആരോപണം. ഷാഫി പറമ്പിൽ MP നന്ദി പ്രകടന ജാഥയ്ക്കിടെ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. അഭിജിത്ത് മുഴങ്ങുന്ന വിവരങ്ങൾ വെച്ചിരുന്നു. അഭിജിത്ത്, പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ഹാഷ്മി, വടകര MP ഷാഫി പറമ്പിലിന്റെ നന്ദി പ്രകടന ജാഥ മണ്ഡലത്തിലുടനീളം നടക്കുന്നുണ്ട്. ഇന്നലെ നാദാപുരം മേഖലയിലായിരുന്നു ഈ പര്യടനം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം നടന്നതായുള്ള ആരോപണം. അതായത് ചീക്കോന്ന് ഈസ്റ്റ് LP സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് SFI ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ സമയത്ത് നട്ടുച്ച നേരത്ത് ഈ ഷാഫി പറമ്പിലിന്റെ പരിപാടിയിൽ LP സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടി, ഈ ജാഥ സ്കൂളിന് മുന്നിലൂടെ കടന്നു വരുമ്പോൾ കുട്ടികളെ ഈ പരിപാടിയുടെ ഭാഗമാക്കുകയും ഈ ഷാഫി പറമ്പിലിന് ഹാരമണിയിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഈ അധ്യാപകർ നിർബന്ധിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിൽ ഈ SFI പ്രവർത്തകർ, SFIയുടെ ഭാരവാഹികൾ നിലവിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ UDFന്റെ പരിപാടിയാണ്, പാർട്ടി പരിപാടിയാണ്. ഷാഫി പറമ്പിൽ എത്തുന്ന സമയത്ത് കുട്ടികളെ വെയിലത്ത് നിർത്തിച്ചു എന്നത് ഉൾപ്പെടെയാണ് നിലവിൽ SFI ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും നിലവിൽ ഇക്കാര്യത്തിൽ SFI ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നാണ് ആ സ്കൂളിനെതിരെ പരാതിയുടെ വാർത്ത നൽകിയത്. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമലംഘനം നടത്തിയ ജീപ്പ് പോലീസ് കസ്റ്റഡിയിൽ. തില്ലങ്കേരിയുടെ സുഹൃത്ത് ഷൈജലാണ് വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഷൈജലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് ജീപ്പ് പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ആകാശ് തില്ലങ്കേരിക്കൊപ്പം മുൻസീറ്റിലുണ്ടായിരുന്ന ഷൈജലാണ് ജീപ്പ് കൊണ്ടുവന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷൈജലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ആകാശ് തില്ലങ്കേരി വയനാട്ടിലെത്തിയതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾപ്പെടെയാണ് ചോദിച്ചറിയുന്നത്. രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയാണ് ജീപ്പ് ഹാജരാക്കിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയപടിയാക്കി. ബാറ്ററി ഊരിയെടുത്ത ശേഷമാണ് ജീപ്പ് എത്തിച്ചത്. മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥയിലുള്ളതാണ് ജീപ്പ്. 9 നിയമലംഘനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 45,000 രൂപ പിഴ ഈടാക്കാനും വാഹനത്തിന്റെ RC റദ്ദാക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഇട്ടതിനെ തുടർന്നാണ് നിയമലംഘനം വ്യക്തമായത്. 24 വയനാട്. ഷിനിൽ വർഗീസ് പറയുന്നു, ഹാഷ്മി, വിഴിഞ്ഞം പദ്ധതിയിൽ അദാനി മുടക്കിയത് അവരുടെ പണമാണ്. എന്നാൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മുടക്കിയിരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ്, അല്ലാതെ ഒരു പാർട്ടി ഫണ്ടിൽ നിന്നുമല്ല. അതുകൊണ്ട് ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. ചിത്താരി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. അരുൺ പാർക്കൽ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഷൂട്ടതിനാണോ ഇടി? സംഭവം എന്താണ്? പരാതി അടക്കം കൊടുത്തിട്ടുണ്ടോ? ബന്ധപ്പെട്ട രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഹോസ്ദുർഗ് പോലീസ് ഈ പരാതിയിൽ കേസും എടുത്തിട്ടുണ്ട്. ഷൂ ഇട്ട് സ്കൂളിൽ എത്തി എന്നതാണ് ഈ സീനിയർ വിദ്യാർത്ഥികളെ, +2 വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച ഈ +1 പള്ളിക്കര സ്വദേശിയായ +1 വിദ്യാർത്ഥി ഷൂ ഇട്ട് ക്ലാസ്സിലേക്ക് എത്തി. ഇത് കണ്ട +2 വിദ്യാർത്ഥികൾ പ്രകോപിതരാവുകയായിരുന്നു. കൂട്ടം ചേർന്ന് സംഘടിച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരുപാട് ആളുകൾ ഈ കുട്ടിയെ തുടരെ വന്ന് മർദ്ദിക്കുന്നുണ്ട്. മറ്റൊരു വിദ്യാർത്ഥി, +2 വിദ്യാർത്ഥി തന്നെയാണ്, മറ്റൊരു വിദ്യാർത്ഥി അടിക്കരുത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഈ കാര്യം രക്ഷിതാക്കളെ അറിയിച്ചിരുന്നില്ല. കുട്ടിക്ക് 2 ദിവസമായി ക്ഷീണമുണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് രക്ഷിതാക്കളോട് മർദ്ദനമേറ്റ വിവരം പറയുന്നത്. ഈ മർദ്ദനമേറ്റ വിവരം തുടർന്ന് പോലീസിൽ അറിയിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, അരുൺ പാർക്കലാണ്. വലിയ രീതിയിൽ ഇടുക്കിയാണ്. അപ്പോൾ അതിൽ നിയമ നടപടി ഉണ്ടാവട്ടെ, മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവട്ടെ.
മലപ്പുറം തിരൂരിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സംഭവത്തിൽ 8 സപ്ലൈകോ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവരുടെ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. 8 ജീവനക്കാർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. 8 പേരെയും സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. താന്നൂർ DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഗോഡൌണിൽ പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. സമീർ ബിൻ കരീം, 24, തിരൂർ. ജമ്മു കാശ്മീരിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഉന്നതതല യോഗം. ജമ്മു കാശ്മീർ പഞ്ചാബ് DGPമാരും BSFും പങ്കെടുക്കുന്ന യോഗത്തിന് ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. കത്വയിൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയും തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉന്നതതല സുരക്ഷായോഗം വിളിച്ചത്. ജമ്മു കശ്മീർ പഞ്ചാബ് DGPമാർ, BSF സ്പെഷ്യൽ DG, രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ജമ്മുവിലെ ജില്ലാ പോലീസ് ലൈനിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനാണ് യോഗമെന്നും അമർനാഥ് തീർത്ഥയാത്രയുടെ സുരക്ഷ ചർച്ച ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കത്വയിൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയിലും തുടരുകയാണ്. കരസേനയുടെ പാരാ കമാൻഡോകളെ കത്വയിലെ വനമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ, സ്നിഫർ ഡോഗുകൾ, ഹെലികോപ്റ്ററുകൾ, മെറ്റൽ ഡിറ്റക്ടറുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. ഒരു ട്രോളി ഡ്രൈവർ അടക്കം 25ഓളം പേരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് മുമ്പ് പ്രദേശവാസികളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഭീകരർ ഭക്ഷണം ശേഖരിച്ചതായി ചോദ്യം ചെയ്യലിൽ മൊഴി ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരവാദികൾക്കും സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രദേശത്തെ വനമേഖലയിൽ തന്നെ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 24, ഡൽഹി. ലില്ലിച്ചോളിൽ പറയുകയാണ്, നമ്പിനാരായണന്റെ ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ എന്ന പുസ്തകത്തിൽ ചാരക്കേസ് അമേരിക്ക പണിത പാരയാണെന്ന് പറയുന്നു. CBI പറയുന്ന ഒരു CI ചമച്ചുണ്ടാക്കിയ കഥയാണ്. ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതിൽ ദുരൂഹതയുടെ അവ്യക്തതകളുടെ ചുരുളുകൾ ഇനി അഴിയാനുണ്ട്. അഴിഞ്ഞു വരട്ടെ. ഉത്തർപ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 30ആയി. 12 ജില്ലകളിൽ പ്രളയസമാന സാഹചര്യമാണ്. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിലയിരുത്തി. അസമിൽ പ്രളയക്കെടുതിയിൽ ഇതുവരെ 84 മരണം റിപ്പോർട്ട് ചെയ്തു. ബീഹാറിൽ ഒരു പാലം കൂടി തകർന്നു. പ്രളയസമാനമായ സാഹചര്യം തുടരുന്ന ഉത്തർപ്രദേശിൽ ഇടിമിന്നലേറ്റാണ് 30 പേർ മരിച്ചത്. പിലീഭിത്, ശ്രാവസ്തി, കനൌജ്, പ്രയാഗ്രാജ്, കൗശാംബി തുടങ്ങി 100-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിത മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. അസമിലെ പല മേഖലകളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. മഴക്കെടുതിയിൽ ഇതുവരെ 84 മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പെയ്ത മഴയിൽ താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബീഹാറിലെ സഹർസ ജില്ലയിൽ പാലം തകർന്നു. ആളപായമില്ല. പാലം തകർന്നതിന്റെ കാരണം പരിശോധിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബീഹാറിൽ 3 ആഴ്ചക്കിടെ തകർന്ന 13ാമത്തെ പാലമാണിത്. 24, ഡൽഹി. എന്ന് പറഞ്ഞാൽ അവിടെ ബീഹാറിൽ എന്തുകൊണ്ട് പാലം തകർന്നു എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിടുന്ന അന്നും ഒരു പാലം തകർന്നിരുന്നു. അതിന് തുടർച്ചയിലാണ് അടുത്ത പാലം തകർച്ച. മലപ്പുറം വേങ്ങരയിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. ഭർത്താവ് മുഹമ്മദ് ഫായിസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയെന്ന് പെൺകുട്ടി 24നോട് പറഞ്ഞു. പ്രതികളായ മുഹമ്മദ് ഫായിസും ഭർത്തൃപിതാവ് സൈദലവിയും ഒളിവിലെന്ന് പോലീസ് അറിയിച്ചു. വേങ്ങര സ്വദേശി ഭർത്താവ് മുഹമ്മദ് ഫായിസിന്റെ മർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് പെൺകുട്ടി. മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടുമുള്ള മർദ്ദനത്തിന് പുറമെ തലയണ ഉപയോഗിച്ച് മുഖത്തമർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പെൺകുട്ടി. ശുചിമുറിയിൽ വെച്ച് നിലത്തിട്ട് ചവിട്ടിയെന്നും പെൺകുട്ടി 24നോട് പറഞ്ഞു. കണ്ണടക്കി മൂന്തൊക്കെ അടിച്ചുകാണ്ട് ഇവിടെ ഒന്നായിട്ട് വീങ്ങി. 2 കൈയും വെച്ചാണ്ട് ചെവിക്കടിച്ചുകൊണ്ടാണ് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടാണ്ട് പോയി. ചെവിൻ്റെ സൗണ്ട് കുറഞ്ഞു. എന്നെ കെടുത്തിക്കാണ്ട് തണുക്കിന് വെച്ചാണ്ട് അമർത്താൻ എന്നെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ച്. പിന്നെ അപ്പോൾ നട്ടെല്ലിന് ചവിട്ടിക്കാണ്ട് അപ്പോൾ എനിക്ക് വീപ്പിട്ടണില്ല 3 ചിരിക്കുക. റൂമിൻ്റെ വാതിലിൻ്റെ മൂലക്കലിട്ടുകാണ്ട്
ചവിട്ടി ചെയ്ത് അങ്ങനെ കുറേ ചാർജറായിട്ട് നല്ല ഇതാക്കി, ചാർജർ പൊട്ടുകളും അഡാപ്റ്ററായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ നന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കി. കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടും സംശയത്തിന്റെ പേരിലുമായിരുന്നു മർദ്ദനം. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. ഭർത്താവ് മുഹമ്മദ് ഫായിസ്, ഭർത്തൃപിതാവ് സൈദലവി, ഭർത്തൃമാതാവ് സീനത്ത് എന്നിവരാണ് പ്രതികൾ. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രതികൾ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. ഇനി ചില വാർത്തകൾ പെട്ടെന്ന് നോക്കാം ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് നാളെ മുതൽ വടക്കൻ കേരളത്തിൽ മഴ കനക്കാൻ സാധ്യത. ശനിയാഴ്ച കോഴിക്കോടും ഞായറാഴ്ച കണ്ണൂരും ഓറഞ്ച് അലർട്ടാണ്. കേരള തമിഴ്നാട് തീരങ്ങൾ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റിക്ക് മറുപടി അയച്ചു. കൃത്യമായ കാരണങ്ങളില്ലാതെ 4 വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്നും മർദ്ദിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് സർവകലാശാലയുടെ നടപടി. കർണാടകയിലെ കുട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മലയാളികൾ അടക്കം 5 പേർ അറസ്റ്റിൽ. തോൽപ്പെട്ടി സ്വദേശികളായ രാഹുൽ, മനു, സന്ദീപ്, കർണാടക നാഥൻഗാള സ്വദേശികളായ നവീന്ദ്ര, അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി സമീപത്തെ പ്ലാന്റേഷൻ കെട്ടിടത്തിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് പറയുകയാണ് BCCI. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലോ ശ്രീലങ്കയിലോ നടത്തണമെന്ന് ICCയോട് ആവശ്യപ്പെടും. അടുത്തയാഴ്ച കൊളംബോയിൽ നടക്കുന്ന ICC യോഗത്തിൽ BCCI തീരുമാനം ഔദ്യോഗികമായി അറിയിക്കും. പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ച BCCI ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല. ടൂർണമെന്റിന്റെ വേദി മാറ്റണം, അല്ലെങ്കിൽ ഹൈബ്രിഡ് മാതൃകയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലോ ശ്രീലങ്കയിലോ സംഘടിപ്പിക്കണമെന്ന് BCCI ICCയോട് ആവശ്യപ്പെടും. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ പോയിട്ടില്ല. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദങ്ങൾ ഉയർത്തിയെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല. ഒടുവിൽ ഹൈബ്രിഡ് മാതൃകയിൽ പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ടൂർണമെന്റ് നടത്തിയത്. എന്നാൽ ICC ടൂർണമെന്റ് ആയതിനാൽ ഇത്തവണ ഇന്ത്യക്ക് മുടക്കം പറയാൻ കഴിയില്ലെന്നായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് കരുതിയിരുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ ലാഹോറിൽ ഷെഡ്യൂൾ ചെയ്ത ICCക്ക് ഫിക്സ്ചർ നൽകുകയും ചെയ്തു. എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് BCCI പ്രഖ്യാപിച്ചതോടെ ICCയും പെട്ടിരിക്കുകയാണ്. ഇത്തരം ബഹിഷ്കരണങ്ങൾ നടത്തുന്ന ടീമിനെ വിലക്കണമെന്നാണ് ചട്ടം. എന്നാൽ ICCയുടെ പ്രധാന വരുമാന മാർഗമായ BCCയെ പിണക്കാനാവില്ല. ഇനി ഈ വിഷയത്തിൽ ICC എന്ത് തീരുമാനമെടുക്കുമെന്നതിലാണ് ആരാധകരുടെ ആകാംക്ഷ. സ്പോർട്സ് ഡെസ്ക് 24. ഇനി കാൽപന്തോളം. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. ബ്രസീലിലെ പ്രാദേശിക ലീഗ് മത്സരത്തിനിടെ ഫുട്ബോൾ താരത്തിന് നേരെ വെടിയുതിർത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ. ബ്രസീലിലെ ഗൊയാന 2ാം ഡിവിഷൻ മത്സരത്തിനിടയിലാണ് സംഭവം. ഗ്രാമിയോ അനപ്പോളിസ് ടീമിന്റെ ഗോൾ കീപ്പറുടെ കാലിലാണ് റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചത്. താരത്തിന്റെ ജീവന് ഭീഷണി അല്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തതായും അധികൃതർ അറിയിച്ചു. കഞ്ചാവ് കേസിൽ തന്നെ മനഃപൂർവ്വം കുടുക്കിയെന്ന് പത്തനംതിട്ടയിൽ CPMൽ ചേർന്ന യദുകൃഷ്ണൻ. പാർട്ടി മാറിയത് ആരാണെന്ന് ചോദിച്ചായിരുന്നു എക്സൈസ് സംഘം എത്തിയത്. ചെറിയൊരു പെറ്റി കേസാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടുവെന്ന് വാർത്തയിലൂടെ അറിഞ്ഞതാണെന്നും യദുകൃഷ്ണൻ പറഞ്ഞു. എക്സൈസിനെതിരെ SPക്ക് പരാതി നൽകുമെന്നും യദുകൃഷ്ണൻ അറിയിച്ചു. കാഫ് കൈവേലം ഉണ്ടായിരുന്നു കയ്യിൽ, അതൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് പാർട്ടി മാറിയത് ആരാന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. സാറ് വരട്ടെ, ഒന്നുമില്ല, പറ്റിയേ ഉള്ളൂ, പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഇങ്ങനെ ഒരു വാർത്തയും മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു ഭാവി, എനിക്കൊരു 22 വയസ്സായിട്ടുള്ളൂ, എനിക്ക് നാളെ ജീവിക്കേണ്ടതാണ്. എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് എന്തായാലും തെളിയുമല്ലോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടില്ല. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുമ്പം എന്നെ പിടിക്കാത്തതിൻ്റെ പേര് ഞാൻ ഒരിക്കലും കുറ്റക്കാരൻ സമ്മതിക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല. അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ, അതിലേക്ക് അതിനും പതിനും ഒക്കെ പുറത്തു വരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.